കെ സുധാകരൻ നീക്കം ശക്തമാക്കിയതോടെ LDF നേതാക്കൾ കൂട്ടത്തോടെ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. LDFിൻ്റെ ഘടകകക്ഷിയായ NCPയുടെ 15 സംസ്ഥാന നേതാക്കളാണ് ഇന്ന് കണ്ണൂരിൽ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കേരളത്തിലെത്തിയതോടെ സുധാകരൻ്റെ തിരിച്ചുവരവ് വലിയ ചർച്ചയായതാണ്. സുധാകരൻ്റെ അത്യാവശ്യം കോൺഗ്രസ് പാർട്ടി തിരിച്ചറിഞ്ഞതുപോലെ നമുക്കന്ന് തോന്നിയിരുന്നു. അത് 100% സത്യമെന്ന് തെളിയിക്കുന്നതാണ് പിന്നീട് കണ്ടത്, ഇപ്പോൾ കണ്ണൂരിലും കാണേണ്ടി വരുന്നത്. സുധാകരൻ നിവർന്നു നിന്ന് വിളിച്ചപ്പോൾ 15 സംസ്ഥാന നേതാക്കളാണ് NCP വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത്. 15 സംസ്ഥാന ജില്ലാ നേതാക്കൾ കോൺഗ്രസിൻ്റെ അംഗത്വം സ്വീകരിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ കണ്ണൂരിൻ്റെ സിംഹഗർജനം എന്ന് വിളിക്കുന്ന സുധാകരൻ ഇവർക്ക് അംഗത്വം നൽകുകയും ചെയ്തു. ഇനിയും കൂടുതൽ പേർ കോൺഗ്രസ്സിലെത്തുമെന്ന് സുധാകരൻ അവരോട് സംസാരിച്ചതിന് ശേഷം അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. NCPയുടെ മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് K സുരേശൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ കുഞ്ഞിക്കണ്ണൻ, NCP ജില്ലാ ജനറൽ സെക്രട്ടറി രജീഷ്, നാഷണലിസ്റ്റ് മത്സ്യത്തൊഴിലാളി സംസ്ഥാന പ്രസിഡന്റ് P ശിവദാസൻ, നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് ജില്ലാ അധ്യക്ഷ പ്രസന്ന, അതുപോലെ NCP ഇരിക്കൂർ ബ്ലോക്ക് പ്രസിഡന്റ് മധു, തളിപ്പറമ്പ് ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, നാഷണലിസ്റ്റ് കൺസ്യൂമർ അഫയേഴ്സ് നേതാവ് വിനോദ് PC, NCPയുടെ കണ്ണൂർ ബ്ലോക്ക് പ്രസിഡന്റ് ചന്ദ്രൻ, അതുപോലെ തലശ്ശേരി നേതാക്കളായ വെളുത്തമ്പു, P ശശി തുടങ്ങിയ നേതാക്കളാണ് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത്. ഇവരോടൊപ്പമുള്ള 100 കണക്കിന് പ്രവർത്തകരും പാർട്ടിയിലെത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് കണ്ണൂരിലെ NCP തന്നെ കോൺഗ്രസിൽ ലയിച്ചു എന്ന് പറയാം. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് K സുധാകരൻ MP തന്നെയാണ്. സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെടുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കണ്ണൂരിൽ ഒതുങ്ങുകയും ചെയ്തതോടെ പതിറ്റാണ്ടുകളായി കേരള രാഷ്ട്രീയത്തിലെ ഗർജിക്കുന്ന സിംഹമെന്ന് എല്ലാവരും മനസ്സിൽ കുറിച്ചു വച്ച ആ നാമധേയം പതുക്കെ ഈ രാഷ്ട്രീയത്തിൽ നിന്നും അപ്രത്യക്ഷമാവുകയാണോ എന്ന് തോന്നിപ്പിച്ച നിമിഷങ്ങളുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന കോൺഗ്രസ് വിജയോത്സവത്തിൽ എറണാകുളം നഗരത്തെ തന്നെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കേരളത്തിൽ വീണ്ടും വരവറിയിക്കുകയായിരുന്നു K സുധാകരൻ. അന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗവും അതുപോലെ രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക ശ്രദ്ധയും സുധാകരൻ്റെ തിരിച്ചുവരവിൻ്റെ സൂചന നൽകി. അതിനുശേഷം തൻ്റെ പൂർവ്വകാല രാഷ്ട്രീയത്തിൻ്റെ വഴികളിലേക്ക് തന്നെ സഞ്ചരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുമാറ് മറ്റുള്ളവരെ കോൺഗ്രസിനോട് അടുപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതാണ് സുധാകരനിൽ നിന്ന് പ്രതീക്ഷിച്ചതും. നിവർന്നു നിന്ന് നയിച്ചാൽ തകർക്കാൻ പറ്റാത്ത ശത്രുകോട്ടകളില്ല എന്ന് പറയുന്നത് വെറുതെയല്ല എന്നാണ് ഇതിൽ നിന്നും ബോധ്യമാകുന്നത്. അതാണ് കണ്ണൂരിലെ NCP എന്ന രാഷ്ട്രീയ പാർട്ടി അങ്ങനെ തന്നെ കോൺഗ്രസിൽ ലയിച്ചിരിക്കുന്നത്.